മാത്സ് എക്സാമിന് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുക? സാർ സമയം ചിലപ്പോൾ കിട്ടാറില്ല, സമയം കിട്ടുന്ന കുറേ ആലോചിച്ച് പോകാറുണ്ട്, ഏത് സെക്ഷൻ തുടങ്ങണം, ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം, ഏത് സെക്ഷൻ ആദ്യം ചെയ്യണം, കുറേ പ്രശ്നങ്ങളുണ്ട്. എല്ലാം ഞാൻ ഇതിൽ ക്ലിയർ ചെയ്താക്കി തരാം. വളരെ സിമ്പിളാണ്. നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് എൻ്റെ കൂടെ നിന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എക്സാമിൻ്റെ ഹാളിൽ നിന്ന് 10-20 മിനിറ്റ് ലാഭിക്കാം. എക്സാം ഹോളിൽ പോയിട്ട് 5 മിനിറ്റ് നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കാൻ എന്നത് കൊളാവും, പ്രശ്നങ്ങളാവും, 20 മിനിറ്റ് പോകും. ഇവിടെ എൻ്റെ കൂടെ 5 മിനിറ്റ് നിങ്ങൾ ഇപ്പോൾ സ്പെൻഡ് ചെയ്താൽ എക്സാം ഹോളിൽ നിങ്ങൾക്ക് 20-30 മിനിറ്റ് ലാഭിക്കാം. നന്നായിട്ട് എഴുതാം, സൂക്ഷിച്ചിരുന്നാൽ. ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അലൻ സാറിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടിപൊളിയായിട്ട് അവിടെ വീഡിയോസ് ഉണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ടൈം മാനേജ്മെന്റ് ഞാൻ പുതിയ ഉണ്ടാക്കുന്ന മാത്തമാറ്റിക്സ് സംഭവം ഒന്നല്ല, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് എത്ര സമയം ഉണ്ട് നോക്കാം. നിങ്ങളിൽ 2 മണിക്കൂറുണ്ട്. ഓക്കെ, കൂൾ ഓഫ് ടൈം കൂടുന്ന 2 മണിക്കൂറുണ്ട്. മാക്സിമം മാർക്ക് മേടിക്കാൻ പറ്റുന്ന 60 മാർക്കാണ്. ഓക്കെ, മാക്സിമം മേടിക്കാൻ പറ്റുന്ന 60 മാർക്ക്. അപ്പോൾ നിങ്ങൾ വെറുതെ കാൽക്കുലേഷൻ്റെ 2 hours എന്ന് പറയുന്നത് 120 മിനിറ്റ്സ്. അപ്പോൾ നിങ്ങളോട് പ്രതീക്ഷിക്കുന്നത് 120 മിനിറ്റ്സിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം? 60 മാർക്ക്. അപ്പം നമുക്ക് മിനിറ്റ് വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഓരോ മാർക്ക് 60 മാർക്കിന് 120 മിനിറ്റ് ഉണ്ടെങ്കിൽ 2 സൈഡിൽ 60 വെച്ച് ഡിവൈഡ് ചെയ്താൽ അപ്പോൾ എത്ര കിട്ടുക? 2 മിനിറ്റ്സ് ഫോർ 1 മാർക്ക്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 2 മിനിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് 2 × 2. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് 2 മിനിറ്റ്സ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് 2 × 2 4. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് 3 × 2 6. ഓക്കെ, 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 6 × 2 12 മിനിറ്റ് വരെ എടുക്കാം. × 2 എത്ര മാർക്കാണ് അതിന് ഡബിൾ എടുക്കാം. അത് സിമ്പിൾ കാൽക്കുലേഷൻ്റെ. പക്ഷേ നിങ്ങൾക്ക് 1-2 കാര്യമുണ്ട്. നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ സ്റ്റക്കാവും. ചില ക്വസ്റ്റ്യൻ സ്റ്റക്കാവും. ചിലപ്പോൾ അത് ഫെയിലിയറിലേക്ക് പോകും അല്ലേ? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ അയ്യോ ഞാൻ വിചാരിച്ച പോലെ അല്ല, ടഫാണ്, എനിക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ല, അങ്ങനെ സിറ്റുവേഷൻ വരും. സെക്കൻഡ് കാര്യം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടി വരും അല്ലേ? ചെക്കിങ്ങിന് കുറച്ച് സമയം വേണം. തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താണ് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും അല്ലേ? എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും, നിങ്ങൾക്ക് എന്താണ് റീഡു ചെയ്യേണ്ടി വരും. ചിലപ്പം അത് കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ ചിലപ്പോൾ റീഡു ചെയ്യും. അപ്പം നിങ്ങളൊരു പെർഫെക്റ്റ് റോബോട്ട് എന്നല്ല, എന്താ പ്രിൻ്ററോ കറക്റ്റ് 2 മിനിറ്റ് ഓരോ ക്വസ്റ്റ്യൻ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊക്കെ സമയം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ചില ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റക്കാവും, ഫെയിലിയറിലേക്ക്, അപ്പോൾ നിങ്ങൾ വേറെ ക്വസ്റ്റ്യനിലേക്ക് എത്തേണ്ടി വരും. പിന്നെ ചെക്ക് ചെയ്യാൻ സമയം വേണം. ആൻഡ് നിങ്ങൾ മിസ്റ്റേക്സ് ചെയ്യുമ്പോൾ റീഡു ചെയ്യേണ്ടി വരും. അതൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ 2 മിനിറ്റ് അല്ല 1 മാർക്കിന് എടുക്കുന്നത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഓക്കെ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 1.5 മിനിറ്റ്സ് ടാർഗറ്റ് ചെയ്യും. ഓക്കെ, 1.5 മിനിറ്റ്സ്, 1.5 മിനിറ്റ്. ഓക്കെ, 1.5 മിനിറ്റ്. ഇനിയിപ്പോൾ 2 മിനിറ്റ് ആയാലും സങ്കടം ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ 1.5 മിനിറ്റ് തീർക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ 1.5 മിനിറ്റ് നിങ്ങൾ തീർത്താൽ നിങ്ങൾക്ക് അവസാനം കുറച്ച് സമയം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ചിലപ്പോൾ ലിമിറ്റ് ആൻഡ് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം ലോങ്ങർ എടുക്കും. ഓക്കെ, നിങ്ങൾ ഈ പ്രതീക്ഷിച്ച സമയത്തിനെക്കാളും കൂടുതൽ എടുക്കും. പക്ഷേ അതേസമയം സെറ്റ്സോ ലീനിയർ ഇനീക്വാളിറ്റീസോ കോംപ്ലക്സ് നമ്പറൊക്കെ പെട്ടെന്ന് തീർക്കാം. അപ്പം ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ഒരിക്കലും 1.5 മിനിറ്റ് ഓരോ മാർക്കിന് എടുക്കണം എന്നല്ല, നിങ്ങൾ മാക്സിമം അത്ര അലോട്ട് ചെയ്യാം. ഓക്കെ, അത് അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ വീട്ടിൽ നിന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും അത് പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമ്മുടെ ലൈവിലാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതിനേക്കാളും എടുക്കും. ഈസി ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ 30 സെക്കൻഡിൽ ഇപ്പോൾ തീർക്കാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഞാൻ സെക്ഷൻ വൈസ് ഒരു പ്ലാൻ പറഞ്ഞുതരാം. എപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ 1, 2, 3 ആ സെക്ഷൻ ABC അങ്ങനെ തന്നെ പോയിക്കോ, സ്കിപ്പൊന്നും ചെയ്യേണ്ട. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതിന് ക്വസ്റ്റ്യൻ നമ്പർ ക്ലിയർ ആയിരിക്കും. നിങ്ങൾ ഏത് ഓർഡറിൽ വേണം എഴുതുക, ഏത് സെക്ഷൻ വേണം എഴുതുക, ക്വസ്റ്റ്യൻ നമ്പർ ഷുഡ് ബി ക്രിസ്റ്റൽ ക്ലിയർ. നിങ്ങളുടെ ഫൈനൽ ആൻസർ തെറ്റിയാൽ എനിക്ക് വിഷയമില്ല, പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനെ മാർക്കില്ല. എല്ലാം എഴുതി ഫൈനൽ ആൻസർ ഒക്കെ കറക്റ്റ് യൂണിറ്റ് ഒക്കെ എഴുതി, ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ക്വസ്റ്റ്യൻ നമ്പർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം. ഓക്കെ, ആ കാര്യം മാർക്കരുത്. ഇനി ഫസ്റ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, നിങ്ങൾക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 6 ക്വസ്റ്റ്യൻ ആൻസർ, 6 ഔട്ട് ഓഫ് 8 ക്വസ്റ്റ്യൻ 6 ആൻസർ ചെയ്താൽ മതി. അപ്പോൾ 6 × 3 18 കിട്ടി. ഓക്കെ, ഇവിടെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 3 സബ് ക്വസ്റ്റ്യനിൽ 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ 3 മാർക്കാണ് നമ്മൾ എത്ര മിനിറ്റ് ചെയ്യേണ്ടത്? × 1.5 × 1.5 ചെയ്യുമ്പോൾ 4.5 കിട്ടില്ല. 4.5 മിനിറ്റ്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓരോ ക്വസ്റ്റ്യനും 4.5 മിനിറ്റ്സ് ആണ് റെക്കമെൻഡഡ്. ഓക്കെ, പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഈ സെക്ഷൻ, ഫസ്റ്റ് സെക്ഷനിൽ എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 3 മിനിറ്റിലൊക്കെ തീർക്കാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യൻ 3 മിനിറ്റ് മതിയാവും. ഓക്കെ, ടാർഗറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഇവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് പൊതുവേ വരാറ്. ഓക്കെ, നിങ്ങൾ 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ 8 എണ്ണത്തിൽ 2 എണ്ണം വിടാം. 2 ടഫ് ഉണ്ടാവും, അത് വിട്ടോ. ബാക്കി 3 മിനിറ്റ് ഓരോ ക്വസ്റ്റ്യൻ എടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലാഭിക്കാൻ സമയം, അല്ലെ ഇവിടെ സമയം കൂടും. പറഞ്ഞാലോ, Any 6 questions from 9 to 60. 9 to 60 എന്ന് പറയുമ്പോൾ 8 questions ഉണ്ട് കേട്ടോ. 6 out of 8. ഇവിടെ 2 ക്വസ്റ്റ്യൻ വിടാം. 4 മാർക്ക് ആയതുകൊണ്ട് എത്രയാ? 4 മാർക്ക് ആയതുകൊണ്ട് ഇൻറ്റു 1.5 എത്രയാ? 1.5 × 4 എന്ന് പറയുമ്പോൾ 6 മിനിറ്റ്സ്. 6 മിനിറ്റ്സ് ആണ് ഐഡിയലി എടുക്കുക. ഈ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിരിക്കാം, ചിലപ്പോൾ മീഡിയം ടു ലോങ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ നിങ്ങൾ 5 to 6 മിനിറ്റ്സ് തന്നെ വിചാരിച്ചോ. 5 to 6 മിനിറ്റ്സ് തന്നെ വിചാരിക്കുക. 5 മിനിറ്റ്സ് തീർന്നാൽ ജിങ്കാലാല. ഓക്കെ, ഇനി 3 ക്വസ്റ്റ്യൻ. ഇവന്മാരാണ് വില്ലന്മാർ. ഇവിടെ നോക്കിയാൽ 3 ക്വസ്റ്റ്യൻസ് ഫ്രം 4. ഇതിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിടാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ ലിമിറ്റ്സ് ആവാം, ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആവാം, ചിലപ്പോൾ
ട്രിഗ്നോമെട്രിയ. ഒരെണ്ണം വിടണം എന്താണേലും. ഈ ക്വസ്റ്റ്യൻ 6 മാർക്സ് മക്കളെ. ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ എത്ര മിനിറ്റ് ചെയ്യുക? 6 × 1.5 × 1.5 ചെയ്യുമ്പോൾ എത്ര വരിക? 9 അല്ലേ വരിക? 9 മിനിറ്റ്സ്. ഈ ക്വസ്റ്റ്യൻസ് 9 മിനിറ്റ്സ് തീർക്കാൻ പറ്റുവാണെങ്കിൽ ബ്യൂട്ടിഫുൾ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ 9 to 11 മിനിറ്റ്സ് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ലാഭിക്കുന്ന കുറച്ച് സമയമില്ലേ, അത് ഇവിടേക്ക് നിങ്ങൾക്ക് ആവശ്യം വേണ്ടി വരും. കാരണം ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ എടുക്കും. നിങ്ങൾ 9 മിനിറ്റ് എടുക്കണം എന്നല്ല ശരി. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റൻ ഒക്കെ ആയിരിക്കും ലോങ്സ്റ്റ് ക്വസ്റ്റൻ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വരാം, ട്രിഗ്നോമെട്രിയിൽ സബ് ക്വസ്റ്റനുള്ള വലുത് വരാം, അങ്ങനത്തെ ഒക്കെ വരാം. അതൊക്കെ 9 മിനിറ്റ്സ് എടുക്കുമോ? ഇല്ല, ചിലപ്പോൾ 5 മിനിറ്റ്സ് 6 മിനിറ്റ്സ് എടുക്കുകയുള്ളൂ. പക്ഷേ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കണം, ഓർത്ത് എടുക്കണം, അങ്ങനത്തെ വരുമ്പോൾ സമയം എടുക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ട്രാ ടൈം ഇവിടെ വെച്ചത്. ഐഡിയലി നിങ്ങൾ ഈ സമയത്ത് തീർക്കാൻ നോക്കുക, മിനിമം ഇതെടുക്കുക. ഈ ലാസ്റ്റ് സെക്ഷൻ മാത്രം സമയം കൂടുതലെടുക്കുക. അപ്പോൾ നിങ്ങൾ ആ പെർഫെക്റ്റ് കാൽക്കുലേഷൻ വെച്ച് പോയാൽ പ്രശ്നമാണ്. എപ്പോഴും എക്സ്ട്രാ ടൈം വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്താണ് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്സ് ഉണ്ടോ നോക്കുക, ഫെയിലിയർ ആയ ക്വസ്റ്റ്യൻസ് മാറ്റി വേറെ ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങളൊരു പേപ്പർ എടുക്കുമ്പോൾ സ്കിപ്പ്. സി ആദ്യത്തെ സെക്ഷനിൽ 6 out of 8 ക്വസ്റ്റ്യൻസ് മതി, 2 സ്കിപ്പ്. രണ്ടാമത്തെ സെക്ഷനിൽ നിങ്ങൾ എത്ര സ്കിപ്പ് ചെയ്യണം? 2 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം. മൂന്നാമത്തെ സെക്ഷനിൽ നിങ്ങൾ എത്ര സ്കിപ്പ് ചെയ്യണം? 3 ക്വസ്റ്റ്യൻ out of 4 ചെയ്യണം, 1 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം. ഓക്കെ, ഇത് മിനിമം ആയിട്ട് നിങ്ങൾ ആൻസർ പേപ്പർ സ്കിപ്പ് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് സ്കിപ്പ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ഹാപ്പി ആയിട്ട് സ്കിപ്പ്. നിങ്ങളിപ്പോൾ 1 2 3 4 ചിലപ്പോൾ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 അറിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ദിസ് ഈസ് എ ബാഡ് സൈൻ. ആദ്യത്തെ 4 ക്വസ്റ്റ്യനിലെ 2 ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല, അതൊരു മോശമാണ്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഹാപ്പി ആയിട്ട് വിടും. ഇനിയിപ്പോൾ നിങ്ങൾ 3ാമത്തെ ക്വസ്റ്റ്യൻ വിട്ടാലും കുഴപ്പമില്ല, A+ എൻ്റെ കയ്യിലുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു വിഷമം വേണ്ട. നിങ്ങൾക്ക് വേണ്ടത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ ആവശ്യത്തിന് എഴുതുക, സ്കിപ്പ് ചെയ്യുക. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും അറിയുന്ന ക്വസ്റ്റ്യൻ ആദ്യത്തെ സെറ്റിൽ. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഉണ്ടോ, നിങ്ങൾ 1 ചെയ്തു, 3 ചെയ്തു, 5 ചെയ്തു, പിന്നെ ഉണ്ടാവും 11 ചെയ്തു, 16 ചെയ്തു, 17 ചെയ്തു, 19 ചെയ്തു. നിങ്ങൾ ഇങ്ങനെ ചെയ്തു. നിങ്ങൾക്ക് അറിയുന്ന കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി ആ സെക്ഷനിൽ നോക്കുക, ഫസ്റ്റ് സെക്ഷനിൽ എത്ര ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസറിൽ ഓർഡർ ഇങ്ങനെ വന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുമ്പോണ്ടോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എനിക്ക് വലിയ കുഴപ്പമില്ല, കുറച്ചൊക്കെ അറിയാമെന്ന് ഞാൻ ചെയ്തു. പിന്നെ എന്താണ് ആദ്യത്തെ സെക്ഷനിൽ കുറച്ചുകൂടി ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ 7th ക്വസ്റ്റ്യൻ കൂടി ചെയ്തു. അപ്പോൾ എത്രയാ? 5 ക്വസ്റ്റ്യനായി, ഒരു ക്വസ്റ്റ്യൻ കൂടി 8th ക്വസ്റ്റ്യൻ കൂടി എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഓക്കെ, അല്ല 8th ക്വസ്റ്റ്യൻ എനിക്ക് ഈ 2 ക്വസ്റ്റ്യൻ കൂടി. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ എനിക്ക് 5 ക്വസ്റ്റ്യൻ പ്രശ്നമില്ല. ഇനി അടുത്ത സെക്ഷനിൽ എനിക്ക് മീഡിയം ആയിട്ട്, ഇതെനിക്ക് ഈസി ക്വസ്റ്റ്യൻസ്. ഇനി എനിക്ക് മീഡിയം ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ 12 14 പിന്നെ എന്താണ് 18 കൂടി ആൻസർ ചെയ്തു. ഓക്കെ, ഇനി ഇത് ഈസി കഴിഞ്ഞു, മീഡിയം കഴിഞ്ഞു. ഇനി എനിക്ക് ഗാമ്പിൾ ചെയ്യാം. എനിക്ക് എൻ്റെ ചെക്കിങ് കഴിഞ്ഞു, എനിക്ക് ആവശ്യമുള്ള മാർക്കുകളൊക്കെ ഒപ്പിച്ചു, ഒരു A+ ഒക്കെ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് സംശയം ഉണ്ട്, എനിക്ക് അറിയാവുന്നത്, പക്ഷെ ചെയ്ത് വരുമ്പോൾ അറിയുള്ളൂ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ മീഡിയം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു, ഈസി ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി നിങ്ങൾ ഗാമ്പിൾ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 8th ക്വസ്റ്റ്യൻ ഞാൻ ട്രൈ ചെയ്യുന്നു, കിട്ടി പോയാൽ. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ മാർക്ക് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ മറക്കരുത്, ഹാപ്പി ആയിട്ട് സ്കിപ്പ് ചെയ്യണം. കാരണം അറിയുന്ന ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് ഹാപ്പി ആയിട്ട് ഇടണം. ഓക്കെ, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ കിട്ടി, ഇല്ല അയ്യോ പേപ്പർ പോയി ഫുൾ പ്രശ്നമായി, നിങ്ങൾ അപ്പുറത്ത് നോക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും നോക്കുന്നു, വേണ്ട. നിങ്ങളുടെ പേപ്പർ നോക്കുക, നിങ്ങൾക്ക് അറിയുന്നുള്ള ഹാപ്പി ആയിട്ട് എഴുതുക. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അറിയാത്തതിലേക്ക് പോവുക. ഓക്കെ, ഓപ്ഷനിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ 6 ക്വസ്റ്റ്യൻ 8 ആൻസർ, 6 മതി മാക്സിമം. ഓക്കെ, അതിനപ്പുറം എഴുതിയോണ്ട് മാർക്ക് കിട്ടൂല. ഇനിയിപ്പോൾ നിങ്ങൾ അതും എഴുതി കഴിഞ്ഞു, സമയമുണ്ട്, എല്ലാ സെക്ഷനിലും എല്ലാം മാക്സിമം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ റിസ്ക് എടുത്തോ എക്സ്ട്രാ എഴുതാനെ പറ്റിയിട്ട്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം ടൈം എത്ര ഉപയോഗിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു, എല്ലാം ചെയ്യേണ്ടത് പറഞ്ഞു തന്നു. പിന്നെ മക്കളെ എല്ലാം പേജും ഒക്കെ തിരിച്ച് നോക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഇപ്പം 4 പേജ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ 4 അപ്പുറത്തേക്ക് തിരിഞ്ഞ് നോക്കാൻ മറക്കരുത്. അപ്പം മാക്സിമം ടൈമൊക്കെ റിലാക്സ് ചെയ്ത് ചെയ്യാം. ഓക്കെ, പിന്നെ കാൽക്കുലേറ്റർ ഉള്ളപ്പോൾ കാൽക്കുലേറ്റർ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തന്നു, ഈസി ടു ക്വസ്റ്റ്യൻ ആദ്യം എല്ലാം ചെയ്യുക, പിന്നെ സ്കിപ്പ് അടിക്കുക. ഓരോ ക്വസ്റ്റ്യൻ ഇത്ര മിനിറ്റാന്ന് ഞാൻ പറഞ്ഞു, 1.5 മിനിറ്റ്സ് അപ്രോക്സിമേറ്റ്ലി. ഏത് സെക്ഷൻ ഫസ്റ്റ് നിങ്ങളുടെ കൺവീനിയൻസ് സ്കിപ്പ് ചെയ്യണോ? ഡെഫിനറ്റ്ലി. അറിയാത്ത ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അടിപൊളിയായിട്ട് എഴുതുക, സെറ്റാക്കി വാ. എന്നിട്ട് എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് എന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോയിലും നമ്മുടെ ലൈവ്സിലും അതേപോലെ അൻസാറ ചാനലിലും. സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇനി എക്സാംസിൽ കാണാം. ഓക്കെ.